നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണമ്പേട്ടയിലും നെല്ലായിലും മോഷണ പരമ്പര. മണ്ണമ്പേട്ടയിൽ 2 വീടുകളിൽ മോഷണ ശ്രമവും നെല്ലായിൽ 3 ഇടങ്ങളിലും മോഷണം. ആളൂരിൽ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും 9 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരി അറസ്റ്റിൽ. പുതുക്കാട് പഞ്ചായത്തിൽ UDF ഭരണസമിതിയുടേത് ദുർഭരണവും വികസന മുരടിപ്പുമാണെന്ന് ആരോപിച്ച് LDFന്റെ കാൽനട ജാഥ. പുലക്കാട്ടുകര ഷട്ടർ പാലത്തിന് സമീപം പുതുതായി നടത്തിയ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി ഉയരുന്നു. വാർത്തകൾ വിശദമായി. മണ്ണമ്പേട്ടയിൽ 2 വീടുകളിൽ മോഷണശ്രമം. വൈദ്യശാല പടിക്ക് സമീപം മഞ്ഞളി ഫ്രാൻസിസിന്റെയും പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ ചക്കാലമറ്റത്ത് വളപ്പിൽ രതീഷിന്റെ വീട്ടിലുമാണ് മോഷണശ്രമങ്ങൾ നടന്നത്. രതീഷും കുടുംബവും വിദേശത്താണ്. ശനിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടത്. രതീഷ് ജോലി സംബന്ധമായി ബഹ്റിലാണെന്നിരിക്കെ ഗേറ്റ് പൂട്ടിയ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടതാണ് സംശയത്തിന് ഇടയാക്കിയത്. ബന്ധുക്കളെത്തി നോക്കിയപ്പോൾ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അകത്ത് കടന്നു നോക്കിയപ്പോൾ എല്ലാ മുറികളിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. വിലപിടിപ്പുള്ളവ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മഞ്ഞളി ഫ്രാൻസിസിന്റെ കുടുംബം കഴിഞ്ഞ രാത്രിയിൽ ആശുപത്രിയിൽ പോയിരുന്നു. ശനിയാഴ്ച രാവിലെ വീട്ടുകാർ തിരികെ എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. വിലപിടിപ്പുള്ളവ വീട്ടിൽ നിന്ന് നഷ്ടമായിട്ടില്ലെന്ന് മഞ്ഞളി ഫ്രാൻസിസിന്റെ കുടുംബം അറിയിച്ചു. 2 മോഷണ ശ്രമ കേസുകളിലും വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെല്ലായിയിൽ സൂപ്പർ മാർക്കറ്റിലും സഹകരണ സ്ഥാപനത്തിലും മോഷണം. സഹകരണ സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് 9200 രൂപ കവർന്നു. നെല്ലായി സെന്ററിലെ വയലൂർ റോഡിലുള്ള മിനി മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6000-ഓളം രൂപ കവർന്നു. കടയ്ക്കുള്ളിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് മേശ തുറന്നത്. ഈ വെട്ടുകത്തിയും ഷട്ടറിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കമ്പിപ്പാരയും കടയുടെ സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ കട തുറക്കാൻ വന്നപ്പോഴാണ് മോഷണ ശ്രമം അറിഞ്ഞത്. രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ കട കുത്തി തുറന്ന് പൊളിച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ കൊടാര പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസുകാർ വന്ന് നടപടികൾ സ്വീകരിച്ചു. 6000 രൂപയോളം പോയിട്ടുണ്ട്. സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിലും ഡെന്റൽ ക്ലിനിക്കിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നെല്ലായി മേഖലയിൽ മോഷണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. 3 മാസം മുമ്പ് വയലൂരിലെ പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരുന്നു. ആളൂരിൽ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും 9 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. കടപ്പശ്ശേരി സ്വദേശി കിഴുവാട്ടിൽ വീട്ടിൽ 54 വയസ്സുള്ള അജിതയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആളൂർ കടപ്പശ്ശേരി കച്ചേരിപ്പടി സ്വദേശി തവളക്കുളങ്ങര വീട്ടിൽ ഇതിലിന്റെ വീട്ടിലെ അലമാരയിലെ ലോക്കറിൽ നിന്നും 9.75 പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിലാണ് അറസ്റ്റ്. പരാതിക്കാരന്റെ അമ്മ അസുഖം മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് വീട്ടുജോലികൾ ചെയ്യാനായി അജിതയെ നിയോഗിച്ചിരുന്നു. അജിത വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് താക്കോലെടുത്ത് ലോക്കർ തുറന്ന് സ്വർണം മോഷ്ടിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SHO പി ഷാജിമോൻ, SI KP ജോർജ്, GSI T ജെയ്സൺ, GSI മിനിമോൾ, CPമാരായ KS സിനേഷ്, KS സനില എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പുതുക്കാട് പഞ്ചായത്തിൽ UDF ഭരണസമിതിയുടേത് ദുർഭരണവും വികസന മുരടിപ്പുമാണെന്ന് ആരോപിച്ച് LDF കാൽനട ജാഥ നടത്തി. ചെങ്ങാലൂർ നരശിലയിൽ നിന്നും ആരംഭിച്ച ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സുനന്ദ ശശി അധ്യക്ഷയായി. ക്യാപ്റ്റൻ AV ചന്ദ്രൻ, വൈസ് ക്യാപ്റ്റൻ VR രബീഷ്, മാനേജർ അൽജോ പുളിക്കൻ, KM ചന്ദ്രൻ, CU പ്രിയൻ, PC സുബ്രൻ, സരിത രാജേഷ്, PN വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതുക്കാട് പഞ്ചായത്ത് തല പ്രതിഷേധ ജാഥയും കുറ്റവിചാരണ സദസ്സും നടത്തുന്നതിന് വേണ്ടി
തുടക്കം കുറിച്ച ഈ നരശില സെന്ററിൽ ബഹുമാന്യനായ പുതുക്കാട് നിയോജകമണ്ഡലം MLA സഖാവ് KK രാമചന്ദ്രൻ അവർ പതാക ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എനിക്ക് കൈമാറി ഇവിടെ ഏൽപ്പിച്ചതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഇവിടെ. UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ, LDF അല്ലാത്ത ഇതര കക്ഷികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർ നടപ്പിലാക്കേണ്ടതായ കാര്യങ്ങൾ, നടപ്പിലാക്കാതിരിക്കുന്ന കാര്യങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ഫണ്ടുകൾ അനുവദിച്ചിട്ട് നടപ്പിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ, അതിൻ്റെ മുരടിപ്പുകൾ എല്ലാം ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനും പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാൽനട പ്രചരണ ജാഥകൾ. പുലക്കാട്ടുകര ഷട്ടർ പാലത്തിന് സമീപം പുതുതായി നടത്തിയ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി ഉയരുന്നു. തൃക്കൂർ മണലി പൊതുമരാമത്ത് റോഡിൽ ആഴ്ചകൾക്ക് മുൻപ് കുഴികൾ അടയ്ക്കുകയും ഷട്ടറിന്റെ മുൻഭാഗത്തായി 100 മീറ്റർ ടൈൽ വിരിക്കുകയും ചെയ്തിരുന്നു. ടൈൽ പാകിയതിന്റെ ഒരു വശത്ത് നിർമ്മിച്ച നിലംപതി ഉണ്ടാക്കിയത് അശാസ്ത്രീയമാണെന്നാണ് ആരോപണം. സാധാരണയേക്കാൾ കൂടുതൽ താഴ്ചയുള്ള നിലംപതി അപകട ഭീഷണിയാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. വാഹനങ്ങൾ തുടർച്ചയായി അടിതട്ടുകയും ഡിപ്പ് ശ്രദ്ധയിൽപ്പെടാതെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇരുചക്ര വാഹനങ്ങൾക്കാണ് അപകട സാധ്യത ഏറെയാണ്. ഇവിടെ ടൈൽ വിരിക്കുന്നതിന് മുൻപ് തന്നെ കാന നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. കാനയുടെ ആവശ്യകത പറഞ്ഞ ഒരു ഫ്ലെക്സും നാട്ടുകാർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ഗൗനിക്കാതെ ഉദ്യോഗസ്ഥർ തോന്നുംപടി നിർമ്മാണം നടത്തിയെന്നതാണ് ആക്ഷേപമുയരുന്നത്. കാന നിർമ്മിക്കാത്തതിനാൽ മഴക്കാലത്ത് പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം എത്താൻ സാധ്യതയുണ്ടെന്നും പരിസരവാസികൾ ചൂണ്ടിക്കാട്ടി. ഇവിടെ ഈ റോഡ് ഈ ടൈൽ വിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ 2 മീറ്ററിലധികം പുറമ്പോക്ക് നിൽക്കുന്നുണ്ട്. അത് എടുക്കാൻ പറഞ്ഞിട്ട് അവർ എടുത്തില്ല, കാനകൾ ഇട്ടിട്ടില്ല. വെള്ളം പോകാൻ യാതൊരു മാർഗ്ഗമില്ല. വെള്ളം ഇവിടെ സൈഡിൽ തളഞ്ഞിട്ട് നിൽക്കണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നിടത്ത് ഒരു നിലംപതിയിട്ടുണ്ട്. അതിൽ സാധാരണ ഇപ്പോൾ ബൈക്കാർ വീഴുന്നു. അതേ രീതിയിൽ ടൈൽ വിരിച്ചതിൻ്റെ എൻഡിൽ ഒരു നിലംപതിയിട്ടുണ്ട്. കാറിൻ്റെയും ബാക്കി ബൈക്കിൻ്റെ തട്ടിയിട്ടുള്ള എല്ലാ മാർക്കുകളും എല്ലാം അവിടെ കാണാം. അതേ രീതിയിൽ തന്നെ തെക്കോട്ട് പോകുന്ന വെള്ളം ഒരു വഴിക്ക് പോകാൻ സാധ്യതയില്ല. വെള്ളം തളഞ്ഞിട്ട് നിൽക്കണുള്ളൂ. ഈ പണി അന്യായമായ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന് ന്യായമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് അപേക്ഷിച്ചു. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് തൃശൂർ വിജിലൻസ് പ്രദേശവാസിയായ ആൻഡോ പാലിയേക്കര പരാതി നൽകിയിട്ടുണ്ട്. റോഡിന്റെ അപാകതകൾ തിരുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ MDMA കണ്ടെത്തിയില്ല. പിന്നീട് ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. ഇയാൾ നേരത്തെയും മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇടപാടുകാരെ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് വരുന്നതെന്നും തൃശൂരിൽ മയക്കുമരുന്ന് കൈമാറാൻ ആരെയാണ് കാത്തുനിന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിക്കും. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും സംയുക്ത സംരംഭമായ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. കേരളം, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സോണലിന്റെ സോണൽ ഡയറക്ടർ വേണുഗോപാൽ ജി കുറുപ്പ്, സീനിയർ ഓഫീസർ ജെ അപ്പുക്കുട്ടൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MA മിനിമോൾ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, മെഡിക്കൽ ഓഫീസർ അനുപ്രിയ, സൈക്യാട്രി സോഷ്യൽ വർക്കർ KP അയന, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TR രാഗേഷ്, ജിതിൻ ബാബു, അനീഷ് ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി.
കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന MLA-മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, KA ഹനീഫ, ജെയ്സൺ PDAക്കൽ, KV തോമസ്, പ്രതീഷ് പണ്ടാരത്തിൽ, സന്തോഷ് കാവനാട്, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചൊവ്വന്നൂരിലെ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ശ്രീ സുജിത്തിനെ 2 വർഷം മുൻപാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് പ്രാദേശികമായി അവിടെ ഏതാനും പ്രവർത്തകരെ പോലീസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തും വെറ്ററിനറി ഡിസ്പെൻസറിയും സംയുക്തമായി നടപ്പിലാക്കുന്ന തെരുവ് നായ്ക്കളുടെ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയായ ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ ജിഷ ഡേവിസ്, മേരിക്കുട്ടി വർഗീസ്, സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് അംഗങ്ങളായ ഹനിത ഷാജു, ഷീബ നികേഷ്, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ഗിഫ്റ്റി ഡെയ്സൺ, മായ രാമചന്ദ്രൻ, കപിൽ രാജ്, ലിൻഡോ തോമസ്, വെറ്റിനറി ഡോക്ടർ സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ സന്നിഹിതരായി. നന്ദിക്കര GVHS സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. റിട്ടയേർഡ് IRS ഉദ്യോഗസ്ഥൻ KP കരുണാകരൻ ക്ലാസ് നയിച്ചു. പരിഷത്ത് പ്രവർത്തകൻ അനീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാർത്തിക ജയൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, ഷൈനി ശ്രീനിവാസൻ, K ശ്രീലത, AU ശിഹാബുദ്ദീൻ, NK കിഷോർ എന്നിവർ സന്നിഹിതരായിരുന്നു. പാസായി കിടക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് 1.5 വർഷം കഴിഞ്ഞിട്ടും സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം. പുതുക്കാട് ദേശീയപാതയിൽ നിന്നും മുപ്ലിയം റോഡിലേക്ക് കയറുന്ന ജംഗ്ഷനിൽ സ്ഥാപിക്കാനുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് 1.5 വർഷം മുൻപ് പാസ്സായെങ്കിലും പിന്നീട് ഇത് നടപ്പാക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്ന് BJP പുതുക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയ് മഞ്ഞളി ആരോപിച്ചു. രാത്രികാലങ്ങളിൽ മുപ്ലിയം റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് വെളിച്ചമില്ലാത്തതിനാൽ യാത്രക്കാർക്ക് റോഡ് തിരിച്ചറിയാൻ പറ്റാതെ വീണ്ടും U-ടേൺ എടുത്തു വരേണ്ട അവസ്ഥയുണ്ട്. ആയതിൽ എത്രയും വേഗം പാസായി കിടക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ട നടപടിയെടുക്കണമെന്ന് ജോയ് മഞ്ഞളി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വത്തിൽ അളകപ്പനഗർ മണ്ഡലത്തിൽ 3ാം വാർഡ് യോഗം നടത്തി. നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പ്രിൻസൻ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻസ് കണ്ണമ്പുഴ, സനൽ മഞ്ഞളി, ജോസി ജോണി, KK ഹരിദാസ്, O വിജയൻ, പിൻഡോ മഞ്ഞളി, റോസ്മേരി ജെയിംസ്, KD ഷാജു, ജോസ് പന്തലൂക്കാരൻ, ജെയിംസ് മാഞ്ഞൂരാൻ, റെജി മാപ്രാണത്തുകാരൻ, ജോമോൻ മഞ്ഞളി എന്നിവർ സന്നിഹിതരായി. കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം ഏകദിന ക്യാമ്പ് തൊട്ടിപ്പാൾ KSUP സ്കൂളിൽ സെപ്റ്റംബർ 28 രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ നടത്തും. രാവിലെ 10 നടക്കുന്ന സമ്മേളനം മുൻ KPCC പ്രസിഡന്റ് BM സുധീരൻ ഉദ്ഘാടനം നിർവഹിക്കും. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര എന്നിവർ പങ്കെടുക്കും. ഡോക്ടർ അരുൺ കരിപ്പാൽ, അഡ്വക്കേറ്റ് മായാദാസ് എന്നിവർ ക്ലാസ് എടുക്കും. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രതിമാസ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളുടെ പരമ്പരയിലെ 186ാമത് ക്യാമ്പ് ഞായറാഴ്ച കൊടകര GLP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. തൃക്കൂർ പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 8-ന് തൃക്കൂർ സർവോദയ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിക്കും. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയാകും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 82,000 കടന്നു. 1 പവൻ സ്വർണത്തിന് 600 രൂപ വർദ്ധിച്ച് വില 82,240 രൂപയും 1 ഗ്രാം സ്വർണത്തിന് 10,280 രൂപയുമാണ്. ചരിത്രത്തിലാദ്യമായി 82,000 കടന്ന് കുതിച്ച സ്വർണ്ണവില 2 ദിവസം കൊണ്ട് 81,000-ന് താഴെ എത്തിയിരുന്നു. എന്നാൽ ശനിയാഴ്ച വീണ്ടും സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ്. ഈ മാസം ആദ്യം 77,640 രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില. സെപ്റ്റംബർ 9-നാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില 80,000 പിന്നിട്ടത്.
ചൊവ്വാഴ്ച 1 പവൻ സ്വർണത്തിന് 82,080 എന്ന നിലയിലേക്കും വില ഉയർന്നിരുന്നു. പിന്നീടുള്ള 2 ദിവസങ്ങളിലായി വിലയിൽ ഇടിവ് നേരിട്ടെങ്കിലും വെള്ളിയാഴ്ച വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തുകയായിരുന്നു. ഇന്നത്തെ വർധനയോടെ ഈ മാസത്തെ ഉയർന്ന വിലയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ESI കോർപ്പറേഷനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ പരാതി പരിഹാര യോഗം നിധി ആപ്കെ നികട്ട് 2.0 തൃശൂർ ESI കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിൽ വെച്ച് സെപ്റ്റംബർ 29 രാവിലെ 10 മണിക്ക് നടത്തും. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ആനുകൂല്യം സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കാനും പരാതി പരിഹാരത്തിനും അന്നേ ദിവസം പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,250 രൂപയും പവന് 82,240 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണമ്പേട്ടയിലും നെല്ലായിലും മോഷണ പരമ്പര. മണ്ണമ്പേട്ടയിൽ 2 വീടുകളിൽ മോഷണശ്രമവും നെല്ലായിൽ 3 ഇടങ്ങളിലും മോഷണം. ആളൂരിൽ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും 9 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരി അറസ്റ്റിൽ. പുതുക്കാട് പഞ്ചായത്തിൽ UDF ഭരണസമിതിയുടേത് ദുർഭരണവും വികസന മുരടിപ്പുമാണെന്ന് ആരോപിച്ച് LDFന്റെ കാൽനട ജാഥ. പുലക്കാട്ടുകര ഷട്ടർ പാലത്തിന് സമീപം പുതുതായി നടത്തിയ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി ഉയരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.